പ്രതീക്ഷിച്ചത് 10 ലക്ഷത്തിൻ്റെ ഇളവാണ്. പക്ഷേ 12 ലക്ഷത്തിൻ്റെ ഇളവാണ് ആദായ നികുതിയുടെ കാര്യത്തിൽ നൽകിയത്. ആദായ നികുതി നിയമം നിലയിൽ വന്നതിന് ശേഷമുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ നികുതി ഇളവ് എന്ന നിലയിലാണ് ഈ 12 ലക്ഷത്തിൻ്റെ ഇളവിനെ വിലയിരുത്തപ്പെടുന്നത്. അതിൻ്റെ ഏതൊക്കെ തരത്തിൽ അത് ഇനിയും നമ്മളുടെ ഈ നികുതിദായകരുടെ ദൈനംദിന ജീവിതത്തിൽ പ്രതിഫലിക്കുമെന്നതിൻ്റെയൊക്കെ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. മറ്റു ചില പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ കൂടി ബജറ്റിലുണ്ട്. അതിലേക്ക് പോകാം ഒരിക്കൽ കൂടി. 36 ജീവൻ രക്ഷാ മരുന്നുകൾക്ക് വില കുറയും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ മരുന്നുകളെ കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കി. ക്യാൻസർ രോഗികൾക്ക് ഉൾപ്പെടെയുള്ളവർക്ക് ഈ പ്രഖ്യാപനം ആശ്വാസമാകും. To provide relief to patients, particularly those suffering from cancer, rare diseases, and other severe chronic diseases, I propose to add 36 life-saving drugs and medicines to the list of medicines fully exempted from basic custom duty. I also propose to add 6 life-saving medicines to the list attracting concessional custom duty of 5%. Full exemption and concessional duty will also respectively apply on the bulk drugs for manufacture of the above. ഇതുകൂടാതെ എല്ലാ ജില്ലാ ആശുപത്രികളിലും ക്യാൻസർ സെന്ററുകൾ തുടങ്ങും എന്ന് ധനമന്ത്രി പറഞ്ഞു. നടപ്പ് സാമ്പത്തിക വർഷം 200 ക്യാൻസർ സെന്ററുകൾ സ്ഥാപിക്കും എന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ 10,000-ഉം 5 വർഷത്തിനുള്ളിൽ 75,000 മെഡിക്കൽ സീറ്റുകളും വർദ്ധിപ്പിക്കുമെന്നും ധനമന്ത്രി ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞു. Cancer centers in all district hospitals. Our government will facilitate setting up of daycare cancer centers in all district hospitals in the next 3 years. 200 centers will be established in 25-26 itself.